നമ്മളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ പേഴ്സിൽ ക്യാഷ് കൊണ്ട് നടക്കാറില്ല അല്ലേ? കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴൊക്കെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ മിക്കപ്പോഴും പേയ്മെൻറ്റ് നടത്താറ്. അതിനായിട്ട് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു UPI ആപ്ലിക്കേഷൻസ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. BIM ആപ്പ്, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഇങ്ങനെ ഏതെങ്കിലും ഒരു UPI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാത്തവർ ഇപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു പക്ഷേ നമ്മുടെ ഫോൺ ഡാമേജ് ആയിപ്പോയി, നമ്മൾ ആ സിം ഊരിയിട്ട് ഒരു ഫീച്ചർ ഫോണിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പേയ്മെൻറ്റ് നടത്താൻ നോക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈ രണ്ട് അവസ്ഥയിലും നമ്മൾക്ക് UPI പേയ്മെൻറ്റ് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനായി ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഈ നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് UPI പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒരു കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Now you can transfer money to anybody, recharge your mobile or check your account balance in this call in a simple manner. Press 1 to transfer money. അതായത് ആ ഫോണിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരാണ് അവിടെ പറയുക. അപ്പോൾ എൻ്റെ പേര് അവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്നമർത്താനാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരാളുടെ UPI മൊബൈൽ നമ്പറിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട്, ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ട് ഒന്നമർത്താൻ പറയുന്നു. നമ്മൾക്ക് ഒന്നമർത്താം. അതായത് അവിടെ നമ്മുടെ അയക്കേണ്ട ആളുടെ UPI മൊബൈൽ നമ്പർ, UPI ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ കൂട്ടുകാരൻ്റെ മൊബൈൽ നമ്പറാണ് അടിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എമൗണ്ട് അടിക്കാൻ പറയുന്നുണ്ട്. എത്ര എമൗണ്ടാണ്? നമ്മൾ ടെസ്റ്റിന് വേണ്ടി ₹1 അടിക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് അയക്കേണ്ട ആളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏത് ബാങ്കിലാണെന്ന് ആ അക്കൗണ്ടിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റും അദ്ദേഹത്തിൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്ത് കഴിയാൻ ഒന്ന് കൊടുക്കുക. അപ്പോൾ ആ കോൾ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിരിക്കുകയാണ്. അതിനുശേഷം ഇതേ നമ്പറിൽ നിന്ന് തന്നെ നമ്മൾക്കൊരു കോൾ തിരിച്ചു വരുന്നതാണ്. അതിൽ കൺഫേം കൊടുത്ത് നമ്മുടെ UPI പിൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്നും നമ്മുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. മാക്സിമം 5000 രൂപയാണ് ഇതിൽ നിന്ന് അറ്റ് എ ടൈം നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾക്ക് UPI പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് അയക്കാം എന്ന് മനസ്സിലായി. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.